ശ്രീ അരുൺ മോഹൻ. നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണം എന്നാണ് ഗവർണർ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് വൈസ് ചാൻസലർമാർക്കടക്കം വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഗവർണറുടെ നിലപാട് പാടെ തള്ളുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു അനുസ്മരണ ദിനാചരണം നടത്തേണ്ടതില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ അത് പറയുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ക്യാമ്പസുകൾ മതനിരപേക്ഷമായിരിക്കണം, മതേതരത്വം നിലനിർത്തണം എന്നാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനു മുൻപ് വച്ചു പുലർത്തിയിട്ടുള്ള പല നിലപാടുകളും നമ്മൾ കണ്ടതാണ്. ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തുന്ന ക്യാമ്പസുകൾ കണ്ടതാണ്. യുവജനോത്സവങ്ങളിലടക്കം ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പേര് ചാർത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് വിഭജന ഭീതി ദിനാചരണം വേണ്ട എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നത്? സർക്കാരിന്റെ തീരുമാനം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. ABVP പോലൊരു സംഘടനയെ പ്രത്യേകിച്ച്. ഗവർണർ എടുത്ത നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വളരെ വർഷക്കാലങ്ങളായി വിദ്യാർത്ഥി പരിഷത്ത് പോലെയുള്ള സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് ആ വിഷയത്തില് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല തവണകളായി ഇൻതിഫാദ പോലെയുള്ള പേരുകൾ, MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നൽകിയ പേര് ഇൻതിഫാദ എന്നാണ്. മതചിഹ്നം ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കി. സമ്മേളന വേദികളിൽ SFI പോലെയുള്ള സംഘടനകൾ സമ്മേളന വേദികളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം മതനിരപേക്ഷതയാണല്ലോ പറയുന്നത്. മതേതരത്വം, മതനിരപേക്ഷത എന്നൊന്നും ശരിക്കും ഭാരതത്തെ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. വൈദേശിക പ്രത്യയശാസ്ത്രങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നവര് ഈ വിഭജനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിൽ രാഷ്ട്രം 16 വിഭജിക്കണമെന്ന് നിലപാടെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ നിലപാടാണ് അവരിന്നും തുടരുന്നത്. അതിൽ അവർക്കൊരു മാറ്റമില്ല. രാജ്യത്തെ കൂടുതലായി വെട്ടിമുറിക്കുന്നതിനെ കുറിച്ച് ഒരു സെമിനാർ നടത്താൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടും അവർ സ്വീകരിക്കും. ഒരു തർക്കവുമില്ല. രാഷ്ട്രം വെട്ടിമുറിക്കപ്പെട്ട സമയത്ത് ജാതിയും മതവും ഒക്കെ പ്ലക്കാർഡാക്കി അന്നും ഈ നാനാത്വത്തെ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന സംഘടനയാണ് അവരുടേത്. രാഷ്ട്രത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അരുത് എന്നൊരു നിലപാട് ഇവരെടുത്തിരുന്നില്ല. അപ്പോൾ രാഷ്ട്രത്തെ മതത്തിന്റെ പേരിൽ ഇനിയും വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് സ്വാഭാവികമായും വിഭജന കാലത്തെ ആ ഭീതി നിറഞ്ഞ സാഹചര്യം ക്യാമ്പസുകളെ ഓർമ്മപ്പെടുത്തണം എന്ന് പറയുമ്പോൾ എതിർക്കുന്നത് സ്വാഭാവികമാണ്. രാഷ്ട്രം അനുഭവിച്ച യാതനകളുണ്ട് അന്നത്തെ കാലത്ത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ട്, പീഡനങ്ങളുണ്ട്. അതുപോലെ തന്നെ പുറത്തു വന്നതും വരാത്തതുമായ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരകളുണ്ട്. ഇതൊക്കെ പുതുതലമുറ പഠിക്കും. ഇവരെ പോലെ ഇരുട്ടിന്റെ ലോകത്ത് കഴിയുന്നവരല്ല നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ. അവര് വിവേചന ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് അതിനൊരു പ്രേരണ കൊടുക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ കൂടി കൂടുതൽ അറിയാനും പഠിക്കാനും നാളെ ഈ രാഷ്ട്രം മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒരടിസ്ഥാനത്തിലും വെട്ടിമുറിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു ആ സർക്കുലർ. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവര് പ്രത്യേകം നോട്ടീസ് കൊടുത്തു ക്യാമ്പസുകളിലേക്ക്. പക്ഷെ പരസ്യമായി തടയും, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് വില കുറഞ്ഞ സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമാണ്. അതിന്റെ പിന്നിൽ ഒരു മതേതരത്വവും ഇല്ല, മത സമഭാവനയും ഇല്ല. അല്ലെങ്കിൽ അവരുടെ മുൻകാല പ്രവൃത്തികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗവർണർ പറയുന്നതിനെ എതിർക്കുക, രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, രാജ്യസ്നേഹപരമായ കാര്യങ്ങൾ ക്യാമ്പസിൽ ഓർമ്മപ്പെടുത്തിയാൽ അതിനെ തടയുക, ഇതവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന് അത്ഭുതവും തോന്നില്ല. ശ്രീ അരുൺ മോഹൻ, ഒരു കാര്യം കൂടി, ഏത് വിധേനയും ഇതിനെ എതിർക്കും എന്ന് SFI പറയുന്നുണ്ട്. സർക്കാർ SFIയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രകോപനപരമായ ചില നടപടികളിലേക്ക് കടക്കാൻ തയ്യാറാകുമോ? കാരണം നമുക്കറിയാം ഏത് രീതിയിലാണ് SFI ഇതിന് മുൻപും ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചത്. അവർക്ക് വിരുദ്ധമായ നിലപാടുകൾ വരുമ്പോൾ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ SFI ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ പ്രകോപനപരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ABVP അതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അത് SFIയുടെ ജനിതക സ്വഭാവമാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴേക്ക് കുറെ എന്താ പറയുന്ന, നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ കുട്ടിക്കുരങ്ങന്മാരെ ഇറക്കി വിഷയത്തെ വ്യതിചലിപ്പിക്കുക എന്ന് പറയുന്ന നിലപാട്. നിസ്സാര ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാമല്ലോ സാഹചര്യവശാൽ. വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുകയും ഗവർണറുടെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിന് ഗണവേഷധാരിയായ ചിത്രം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രകോപനകരമായ രീതിയിൽ ഇവര് വലിയ പരിപാടികൾ നടത്തി യൂണിവേഴ്സിറ്റി സെന്ററിൽ. ഈ സമയത്ത് അവിചാരിതമായി എത്തുന്നത് പോലെ MV ഗോവിന്ദൻ അവിടെ എത്തുന്നു. ഇതൊക്കെ ആകസ്മികമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ
ഈ കുട്ടികളെ ഇറക്കി ഇവരുടെ പേരിൽ വരുന്ന ഇവരെന്തോ വലിയ സംഭവമാണെന്ന് കരുതി ഇവർ ഇങ്ങനെ എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ രാഷ്ട്രീയ ചട്ടങ്ങളാക്കി കുട്ടികളെ മാറ്റുക മാത്രമാണിത്. അപ്പോൾ ഗവർണർക്കെതിരെ തുറന്ന യുദ്ധം CPM പ്രഖ്യാപിക്കുന്നു. അതിന് കാരണമായിട്ട് അതിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ കുട്ടികളെ കൊണ്ടുപോയി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ് ഇത് പക്ക ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതിനുവേണ്ടി അറിഞ്ഞോ അറിയാതെയോ വിദ്യാർത്ഥികളെ ഉപകരണമാക്കുകയാണ്. അവർ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നേ ശ്രദ്ധ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് വലിഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുമുതൽ നശിപ്പിക്കണം. ചേംബർ വരെ, VCയുടെ ചേംബർ വരെ കടന്നു കയറി എന്റെയും നിങ്ങളുടെയും നികുതിപ്പണമാണത്. അത് അവർ തന്നെയാണ് പറഞ്ഞത്. ഈ നികുതിപ്പണം കൊടുത്ത് ഉണ്ടാക്കി വെച്ച സർവകലാശാലകളെ അടിച്ചു തകർക്കാൻ, അക്രമ സ്വഭാവം ഉണ്ടാക്കാൻ, ഇപ്പൊ കലാപത്തിലൂടെ, വിപ്ലവം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വ്യത്യാസത്തിന്റെ ഭാഗമാണത്. അതായത് കലാപത്തിലൂടെ മാറ്റം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെ കലാപത്തിലൂടെ മാറ്റം, ഇത് സംവാദങ്ങളുടെ കാലമാണിത്. മനുഷ്യൻ പരസ്പരം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. അവരെ കൂടുതൽ വായിക്കുകയും അറിയുകയും പഠിക്കുകയും, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒരു വിഭജനത്തിലേക്ക് പോകാതിരിക്കും. അതുകൊണ്ട് സർഗാത്മകമായ പരിപാടികളിലൂടെ ABVP ഈ വിഷയത്തെ നേരിടും. ഒരു കാരണവശാലും അക്രമത്തിലേക്ക് പോയില്ല. പകരം ഈ ആക്രമിക്കാൻ വരുന്നവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. മനസ്സിലാക്കുന്ന വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പല കുട്ടികളും ഇത് തിരിഞ്ഞ് ചിന്തിച്ച് തുടങ്ങിയിട്ടൊക്കെയുണ്ട്. എല്ലാ കാലത്തും ഇവരുടെ ഈ മൂടുപടം കൊണ്ട് ഇവർക്ക് അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടങ്ങളായി കുട്ടികളെ മാറ്റുന്നതിനും കൂടി എതിരെ സർഗാത്മകമായ പരിപാടികളുമായി വിഭജനത്തിന്റെ ഭീതികാലത്തെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാനുള്ള സർഗാത്മകമായ പരിപാടികളുമായി ABVP മുമ്പോട്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ പ്രതികരിച്ചതിന്.